ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും +2 ഇംഗ്ലീഷ് റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദീദി എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ഷഹീൻ മിശ്രിയുടെ ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു പാഠമാണ് ദീദി എന്ന് പറയുന്നത്. ആകാംക്ഷ എന്ന് പറയുന്ന സോഷ്യൽ വെൽഫെയർ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഷഹീൻ മിശ്രി ആരംഭിക്കാനുള്ള കാരണം എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന പോയിന്റ്സ് ആണ് നമ്മൾ ആദ്യം പഠിച്ചു വരുന്നത്. അതിന്റെ കൂടെ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, മുൻകാല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഈ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓരോ വീഡിയോയുടെയും സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നോട്ട്സ് PDF നോട്ട്സ് ആണ്, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, അതാണ് നമ്മൾ ആദ്യം ഒന്ന് നോക്കുന്നത്. ദീദി ഈസ് എ ട്രൂ സ്റ്റോറി ഓഫ് ഷഹീൻ മിശ്രി which is narrated by herself. ഇപ്പൊ ദീദി എന്നുള്ളത് ഷഹീൻ മിശ്രിയുടെ ഒരു ട്രൂ സ്റ്റോറിയാണ്, യഥാർത്ഥ സംഭവം തന്നെയാണ്. അനക്ഡോട്ട് വിഭാഗത്തിൽ വരുന്നു അല്ലെ, അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫിക്കലാണ് എന്ന് പറയാം. ഇത് നറേറ്റ് ചെയ്യുന്നത് അവർ തന്നെയാണ്. ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഹൗ ഷീ ഐഡന്റിഫൈ ഹർ മിഷൻ ഓഫ് ലൈഫ്. ഈ സ്റ്റോറിയിൽ നമ്മൾ പറയുന്നത് ഷഹീൻ എങ്ങനെയാണ് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യബോധം കണ്ടെത്തിയത്, തന്റെ മിഷൻ ഓഫ് ലൈഫ് എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നാണ്. അപ്പൊ ആ ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ നിന്നോ ആകാംക്ഷ എന്നുള്ള ഓർഗനൈസേഷന്റെ ഫോർമേഷൻ വരെ ഇവിടെ വിവരിക്കുന്നുണ്ട്. തേർഡ് പോയിന്റ്, ഡ്യൂറിംഗ് ഹർ ചൈൽഡ്ഹുഡ് ഷീ സ്പെൻഡ് ഹർ സമ്മർ വെക്കേഷൻ ഇൻ ഓർഫനേജ് ഇൻ ജക്കാർത്ത ആൻഡ് അറ്റ് ദ ഹാപ്പി ഹോം ആൻഡ് സ്കൂൾ ഫോർ ബ്ലൈൻഡ് ഇൻ മുംബൈ. ഷഹീൻ തന്റെ ചൈൽഡ്ഹുഡില്, കുട്ടിക്കാലത്ത് സമ്മർ വെക്കേഷൻ സ്പെൻഡ് ചെയ്തത് എവിടെയായിരുന്നു? ഒന്ന് ജക്കാർത്തയിലെ ഓർഫനേജിലായിരുന്നു. രണ്ട് അറ്റ് ദ ഹാപ്പി ഹോം, അതുപോലെ സ്കൂൾ ഫോർ ബ്ലൈൻഡ്, മുംബൈയിലെ ബ്ലൈൻഡ് കുട്ടികൾക്കായിട്ടുള്ള ബ്ലൈൻഡ് സ്കൂളിലൊക്കെ ആയിരുന്നു ഷഹീൻ തന്റെ ചൈൽഡ്ഹുഡ് വെക്കേഷന് സ്പെൻഡ് ചെയ്തിരുന്നത്. ഷീ റിയലൈസ്ഡ് ഹർ ലൈഫ് would be more meaningful if she stayed in India. അപ്പൊ തന്റെ ജീവിതം കൂടുതൽ മീനിങ് ആവണമെങ്കിൽ, കൂടുതൽ അർത്ഥമുള്ളതാവണമെങ്കിൽ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കണം എന്ന് ഷഹീൻ തിരിച്ചറിയുകയാണ്. ഷീ കുഡ് ഫൈൻഡ് ഗ്രേറ്റ് സെൻസ് ഓഫ് ഇനീക്വാളിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വലിയ തോതിലുള്ള ഇനീക്വാളിറ്റി, അസമത്വം നിലനിൽക്കുന്നുണ്ട് എന്ന് ഷഹീൻ തിരിച്ചറിയുന്നു. ഷീ മെറ്റ് മെനി പുവർ ചിൽഡ്രൻ സ്ലം ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മുംബൈയിലെ സ്ലമ്മിൽ ഒരുപാട് ദരിദ്രരായിട്ടുള്ള കുട്ടികളെ ഷഹീൻ കണ്ടുമുട്ടുകയാണ്. ഇതൊക്കെയാണ് ഷഹീന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറാനുള്ള കാരണങ്ങൾ. മെനി were denied opportunity of education. ആ സ്ലമ്മിൽ കണ്ടിട്ടുള്ള കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികൾ എന്തായിരുന്നു? ഡിനൈഡ്, നിരസിക്കപ്പെട്ടിരുന്നു. അവരുടെ എഡ്യൂക്കേഷൻ പർപ്പസ് നിരസിക്കപ്പെട്ടിരുന്നു, വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിരസിക്കപ്പെട്ടിരുന്നു. ഷീ വാണ്ടഡ് ടു ഡു സംതിങ് ദീസ് ചിൽഡ്രൻ. അപ്പൊ ഷഹീൻ തീരുമാനിച്ചു ടു ഡു സംതിങ് ഫോർ ദം, അല്ലെ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. വിത്ത് ദ പെർമിഷൻ ഓർ പാരന്റ്സ് ഷീ സ്റ്റേഡ് ഇൻ ഇന്ത്യ. ഇപ്പൊ ഷഹീൻ ആദ്യം ഇന്ത്യയിൽ തങ്ങാൻ തന്റെ പാരന്റ്സിന്റെ പെർമിഷൻ ആവശ്യപ്പെട്ടു, അല്ലെ, ചോദിച്ചു. അപ്പോ പാരന്റ്സ് പറഞ്ഞ എന്താണ്? ഇപ്പൊ നടക്കുന്ന എഡ്യൂക്കേഷൻ, ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നല്ല കോളേജിൽ ചേർന്നുകൊണ്ട് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റേറ്റ്സിലേക്ക് തിരിച്ചു വരണമെന്നാണ്. സോ ഷഹീൻ എന്ത് ചെയ്തു? ടു അഡ്മിഷൻ സെന്റ് സേവിയർ കോളേജ്. മുംബൈയിലെ സെന്റ് സേവിയർ കോളേജിൽ ഷഹീൻ തന്റെ പഠനം ആരംഭിച്ചു. ആഫ്റ്റർ ദ ക്ലാസ് ഷീ വാക്ക് അറൌണ്ട് ദ സ്ലംസ് മുംബൈ ടു നോ മോർ അബൌട്ട് ഇന്ത്യ. ഇന്ത്യയെ കുറിച്ച് കൂടുതൽ അറിയാൻ ക്ലാസ്സിന് ശേഷം ഷഹീൻ എന്ത് ചെയ്തു? മുംബൈയിലെ സ്ലമ്മുകളിൽ, ചേരികളിൽ, കോളനികളിലൂടെ സഞ്ചരിച്ചു. ഷഹീൻ വാണ്ടഡ് ടു ടേക്ക് കെയർ ഓഫ് ദ പുവർ ചിൽഡ്രൻ, എഡ്യൂക്കേറ്റ് ദം. അപ്പൊ കോളനിയിലെ അവസ്ഥ എന്തായിരുന്നു? സ്ലമ്മിലെ അവസ്ഥ എന്തായിരുന്നു? ആ ചേരികളിലെ 10,000 പീപ്പിൾസ് അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ സപ്ലൈ ഉണ്ടായിരുന്നില്ല, ഡ്രൈനേജ് സപ്ലൈ ഉണ്ടായിരുന്നില്ല, അല്ലെ, പാർപ്പിടം തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവർക്ക് വേണ്ടത് ബേസിക് ആയിട്ട് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ആ കുട്ടികൾക്ക് കിട്ടിയാൽ
അവരുടെ ലൈഫ് തന്നെ മാറിപ്പോവും എന്ന് ഷഹീൻ തിരിച്ചറിഞ്ഞു, അല്ലെ? അങ്ങനെ ഷഹീൻ എന്ത് ചെയ്തു? ഷീ ഫൗണ്ട് എ സിസ്റ്റം കോൾഡ് അഗൻഷ. അഗൻഷ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അവർ സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയാ? ടു എഡ്യൂക്കേറ്റ് ദ ചിൽഡ്രൻ, അല്ലെ? കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഇസ്ലാമിലെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അലോങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം വോളണ്ടിയേഴ്സ്. അപ്പോ അഗൻഷയിലെ പങ്കെടുത്തിരുന്ന അല്ലെങ്കിൽ അഗൻഷയിൽ വർക്ക് ചെയ്തിരുന്ന ആരായിരുന്നു? കൊളീഗ്സ്, തന്റെ കോളേജ് മേറ്റ്സ് ആണ്, സഹപാഠികളായിട്ടുള്ള കുട്ടികളെ അതിലെ സന്നദ്ധ പ്രവർത്തകരാക്കി. ഷീ ടോട്ട് ദ ബേസിക് ഇംഗ്ലീഷ് ആൻഡ് മാത്സ്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അഗൻഷയിൽ എന്താ പഠിപ്പിച്ചിരുന്നത് കുട്ടികളെ? ബേസിക് ഇംഗ്ലീഷ് ആൻഡ് മാത്സ്, അല്ലെ? മാത്തമാറ്റിക്സ് പഠിപ്പിച്ചു, പിന്നെയോ ഇംഗ്ലീഷ് പഠിപ്പിച്ചു, പിന്നെ പഠിപ്പിച്ചത് വാല്യൂ, സെൽഫ് എസ്റ്റീം ആൻഡ് കോൺഫിഡൻസ്. അപ്പൊ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്. അഗൻഷയിൽ പഠിപ്പിച്ചിരുന്നത് ബേസിക് ഇംഗ്ലീഷും മാത്സും, അതിന് പുറമെ വാല്യൂസ്, മൂല്യങ്ങൾ എന്താണ്, സെൽഫ് എസ്റ്റീം എങ്ങനെ ഉണ്ടാക്കാം, അല്ലെ? അതുപോലെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം എങ്ങനെ ഉണ്ടാക്കാം, ആത്മാഭിമാനം എങ്ങനെ ഉണ്ടാക്കാം, മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ എന്തെല്ലാം എന്നൊക്കെ അവർ അഗൻഷ എന്നുള്ള ഫൗണ്ടേഷനിൽ പഠിപ്പിച്ചിരുന്നു. ഈ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാൻ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹാർഡ്ഷിപ്പ്, ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഒക്കെ അവർ നേരിട്ടിട്ടുണ്ട്. പാഠഭാഗത്തില് ആ പാർട്ടുകളൊക്കെ ഒന്ന് ജസ്റ്റ് വായിക്കണം. ഓരോ സ്കൂളിലെ പ്രിൻസിപ്പൽസ്, അല്ലെ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവരോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്ത് പ്രതികരിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. കാരണം സ്കൂളില് വൈകിട്ട് ഈവനിങ്ങിൽ, അല്ലെ, ഒരു 3 hour ക്ലാസ് റൂം പ്രൊവൈഡ് ചെയ്യൂ എന്ന് ചോദിക്കുമ്പോൾ പല ആളുകളും അതിനെ വളരെ ഇല്ലോജിക്കലായിട്ട് അതിനെ ഡിനൈ ചെയ്യാണ്, റിജക്ട് ചെയ്യാണ് ചെയ്തിരുന്നത്, അല്ലെ? എന്നാലും അവസാനം അഗൻഷ എന്നുള്ള ഓർഗനൈസേഷൻ നിലവിൽ വന്നു. 3000 കുട്ടികൾ അതിൽ എന്ത് ചെയ്തു? പഠിക്കാൻ തുടങ്ങി. അപ്പോ ഷഹീൻ എടുത്തൊരു എഫേർട്ട് ആയിരുന്നു നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ, ഈ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ടമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, സംഘടന എന്താണ്, അതിലെന്തൊക്കെയാ പ്രവർത്തിച്ചിരുന്നത്, പഠിപ്പിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഇനി വരുന്നത് ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹായ് മക്കളെ, ക്ലാസ് കേട്ടുകൊണ്ടിരിക്കാൻ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ക്ലാസ്സിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താൻ മടിക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ. സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്ന ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഇൻട്രൊഡക്ടറി സ്പീച്ച് ആണ്. എന്താ ഇൻട്രൊഡക്ടറി സ്പീച്ച്? ഷഹീൻ മിസ്രിയെ നമ്മുടെ സ്കൂളിലെ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെടുകയും ആ പ്രോഗ്രാമിൽ ഷഹീൻ മിസ്രിയെ ഓഡിയൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പീച്ചാണ് ഇൻട്രൊഡക്ടറി സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഷഹീൻ ആരാണ്, അവരുടെ വർക്ക് എന്താണ്, അവർ സ്ഥാപിച്ച ഓർഗനൈസേഷൻ ആണ്, അതിന്റെ ബെനിഫിറ്റ് എന്താണ് എന്നെല്ലാം സ്പീച്ചിന്റെ രീതിയിൽ പറയണം. നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഇമെയിൽ ആണ്. ഷഹീൻ മിസ്രിയെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട്, അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് ഇമെയിൽ ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് ഷഹീൻ മിസ്രിയുടെ അഗൻഷ എന്നുള്ള ഓർഗനൈസേഷൻ വിസിറ്റ് ചെയ്യാൻ നമ്മൾ എൻക്വയറി, പെർമിഷൻ, അനുവാദം ചോദിച്ചുകൊണ്ട് എൻക്വയറി ലെറ്ററോ ഇമെയിൽ റൈറ്റിംഗോ ചോദിക്കും. നെക്സ്റ്റ് ഇന്റർവ്യൂ ആണ് അടുത്തതായിട്ട് വരുന്നത്. ഇന്റർവ്യൂ, ഷഹീൻ മിസ്രിയുമായിട്ടുള്ള ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ ചോദിക്കാം. നെക്സ്റ്റ് അഗൻഷ എന്ന് പറയുന്ന ആ ഓർഗനൈസേഷന്റെ ഓപ്പറേഷൻ മോഡ് എന്താണ്, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, അതിൽ എന്തെല്ലാമാണ് ചെയ്തിരുന്നത്, അതിന്റെ പ്രവർത്തനത്തിന് ആരാണ് സഹായിച്ചത്, കുട്ടികൾക്ക് എന്താണ് ആ പ്രവർത്തനത്തിലൂടെ ആ സംഘടന നൽകിയിരുന്നത് എന്നൊക്കെ ആണ്. അത് നമ്മൾ മുകളിൽ ഇപ്പൊ സമ്മറി പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ജോബ് അപ്ലിക്കേഷൻ, 8 മാർക്കിന് ഷുവർ ആയിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂം. ഇതും ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കോഴ്സ് ആണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ എങ്ങനെ ഉത്തരം ചെയ്യാം എന്ന് നിർബന്ധമായി നമ്മൾ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോ ഇന്നത്തെ ഈ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.